പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന വഴിതെറ്റിയ ആടിന്റെ ഉപമയാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷവും നമ്മുടെ ധ്യാന വിഷയവും. 100 ആടുകളിൽ നിന്ന് ഒരാട് കൂട്ടം വിട്ടുപോയി എന്നല്ല, വഴിതെറ്റിപ്പോയി എന്നാണ് ഇടയൻ മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. 100 എണ്ണം ഉണ്ടായിരുന്നതില്ലെന്ന് ഒരെണ്ണം കൂട്ടം വിട്ടുപോയി. പക്ഷെ ആ കൂട്ടം വിട്ടുപോകൽ ഒരു വഴി തെറ്റിപ്പോകലാണ്, നാശത്തിലേക്കുള്ള ഒരു പോകലാണ് എന്നുള്ളതാണ് ഇടയൻ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സത്യം. പല രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം, 99 എണ്ണം ഇപ്പോഴും തൻ്റെ കൂടെ ഉണ്ടല്ലോ, 1% പോയിട്ടുള്ളൂ, ബാക്കി 99% വലിയ ഒരു മജോറിറ്റിയും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം കൂട്ടം വിട്ടുപോയ ഒരെണ്ണം വെറുതെ കൂട്ടം വിട്ടു എന്നല്ല, അത് വഴി തെറ്റിപ്പോയി, അത് ശരിയായ വഴിയിൽ നിന്ന് മാറിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടം വിട്ടുപോയാലും വേറെ നല്ലൊരു വഴിയിലാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. പക്ഷെ കൂട്ടം വിട്ടാൽ ആ കൂട്ടത്തിൽ നിന്ന് മാറുന്നത് തന്നെ വഴിതെറ്റലാണ്, നാശത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് ഇടയൻ തിരിച്ചറിയുന്നത്. ഈശോയാകുന്ന ഇടയന്റെ കീഴിൽ, ഇടയന്റെ കൂടെ ഒന്നിച്ചു നീങ്ങുന്ന ഒരു കൂട്ടമാണ് വിശ്വാസികളുടെ സമൂഹം, നമ്മുടെ സഭയിലെ ജീവിതം. സ്വന്തം ഇഷ്ടങ്ങളും ചിന്താഗതികളും താല്പര്യങ്ങളും കൊണ്ട് മാറി നടക്കുമ്പോൾ, മാറിപ്പോകുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ താൻ പോയ വഴി ശരിയാണെന്ന് തോന്നാം, അല്ലെങ്കിൽ മറ്റുള്ളതിനേക്കാൾ മെച്ചമാണെന്ന് ചിന്തിക്കാം. എന്നാലും ഇടയൻ അത് മനസ്സിലാകും, അത് ആ ആടിന്റെ മാത്രം ചിന്തയാണ്, ആ വ്യക്തിയുടെ മാത്രം ചിന്തയാണ്. സത്യത്തിൽ അയാൾക്ക് ആ ആടിന് വഴിതെറ്റി എന്നാണ് ഇടയൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത്ര ഗൗരവത്തോടെ അതിൻ്റെ പ്രതികരണം ഇടയനിൽ നിന്നുണ്ടാകുന്നത്. അദ്ദേഹം 99 ആടുകളെ ഒരു മലയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട്, അപ്പോൾ ആ ആടുകൾ ഒരുമിച്ച് നിൽക്കും, ബാക്കി ആടുകൾ പരസ്പരം ശ്രദ്ധിക്കും. ഇനി ആരും ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ബാക്കി 99 ആടുകളും പരസ്പരം ജാഗ്രതയുള്ളവരായിരിക്കും. ഏതെങ്കിലും ആട് വീണ്ടും അല്പം കൂട്ടത്തിൽ നിന്ന് മാറുന്നുവെന്ന് കാണുമ്പോൾ മറ്റാടുകൾ അതിനെ തിരുത്തും എന്നൊക്കെ ഇടയന് പ്രതീക്ഷയുള്ളത് കൊണ്ട് ആ 99-നെയും ആ മലയിൽ അവിടെ നിർത്തിയിട്ട് വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോകുന്നു, തേടിയിറങ്ങുന്നു. സ്നേഹമുള്ളവരെ, നമ്മളും സഭയിൽ ജീവിക്കുമ്പോൾ, സഭയാകുന്ന കൂട്ടത്തിൽ നീങ്ങുമ്പോൾ, അത് ഈശോ നയിക്കുന്ന കൂട്ടമാണ് വിശ്വാസികളുടെ സമൂഹമായ സഭ. അതിൽ നിന്ന് ചിലപ്പോൾ ചിലർ മാറി ചിന്തിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് അത് അവരുടെ ശരിയായ ചിന്തയായിരിക്കാം. പക്ഷെ മാറി നടക്കുമ്പോൾ ഇടയന്, ഈശോയ്ക്കറിയാം, അത് വെറുതെ ഒരു കൂട്ടം തെറ്റൽ മാത്രമല്ല, അതൊരു വഴിതെറ്റിപ്പോകലാണ്. വഴിതെറ്റിപ്പോയാൽ അത് ചെന്ന് എത്തുന്ന ഒരു പക്ഷേ ഹിംസ്ര ജന്തുക്കളുടെ കയ്യിലേക്കായിരിക്കാം, ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കാം. അതുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുന്ന രീതിയിൽ ആരും വഴിതെറ്റിപ്പോകാതെ, സഭയിൽ നിന്ന് വിട്ടുപോകാതെ, കൂട്ടം വിട്ടുപോകാതെ ഇരിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് പരസ്പരം ഉണ്ടാവട്ടെ. ഇടയൻ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അത് കൂടുതൽ ജാഗ്രതയോടെ ആ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്നത് വെറുതെ ഒരു മാറി നടക്കൽ മാത്രമല്ല, അത് വഴിതെറ്റിപ്പോകലാണ്, അത് നാശത്തിലേക്കുള്ള പോകലാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലാകാൻ മാറി നടക്കുന്നവർക്ക് കൃപ ചെയ്യണമേ. സഭയാകുന്ന ഈശോയുടെ ഭൗതിക ശരീരത്തോട് ചേർന്ന് നിന്ന് സഭയിലൂടെ നൽകപ്പെടുന്ന പ്രബോധനങ്ങളും കൽപ്പനകളും അനുസരിച്ച്, ഈശോയുടെ മനസ്സിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് ഒരു വിശ്വാസ കൂട്ടായ്മയായി ജീവിക്കുവാൻ, കൂട്ടായ്മയിൽ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കൂട്ടായ്മയിൽ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് നടക്കുവാൻ, എപ്പോഴും ഈശോയാകുന്ന ഇടയന്റെ കൂടെ ആയിരിക്കുവാൻ, കീഴിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.